ഹായ്. ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് സ്ക്വാട്ട് എക്സസൈസ് ആണ്. കാലിന്റെ ആരോഗ്യവും ഹൃദയത്തിന്റെ ആരോഗ്യവും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. 40% മസിൽ മാസുകളും നമ്മുടെ കാലിലാണുള്ളത്. ഈ ഒരു മസിൽ മാസ് നമ്മളെ കാലിലെ രക്തക്കൊഴലുകളെ പിഴിഞ്ഞെടുത്തിട്ട് മുകളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ലൈക്ക് നമ്മളെ ഹാർട്ട് ചെയ്യുന്ന ആ ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെക്കൻഡ് ഹാർട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു മസിൽ മാസ് വീക്ക് ആവണമെങ്കിൽ നമ്മളെ ഹൃദയത്തിന് കൂടുതൽ അധ്വാനം വേണ്ടി വരും. അതുകൊണ്ടാണ് പ്രായമായ ആളുകളിൽ കാലിന്റെ മസിൽ കുറയുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഹൃദയത്തിന് സ്ട്രെയിന് കൂടി വരുന്നത്. കാലിലെ മസില് ഒരു പവർ പ്ലാന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ കലോറിയെ കത്തിച്ചു കളയുന്നതിന് ഈ മസിലുകൾ സഹായിക്കുന്നുണ്ട്. ഇത് ഷുഗറിന്റെ അളവ് കുറക്കാനും പ്രമേഹത്തെ തടയാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഷുഗറിന്റെ അളവ് കുറയുമ്പോൾ നമ്മളെ ഹാർട്ടിന്റെ നീർക്കെട്ടൊക്കെ കുറഞ്ഞ് രക്തക്കൊഴലുകൾക്കൊക്കെ നല്ല ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ മസിൽസിൽ നിന്നും പുറപ്പെടുന്ന മയോകൈൻസ് നമ്മളെ രക്തക്കൊഴലുകളുടെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായിട്ട് കാലിന് എക്സസൈസ് ചെയ്യുന്ന ആളുകളുടെ രക്തക്കൊഴലുകളുടെ നീർക്കെട്ടൊക്കെ കുറയുന്നു. കാലിലെ മസിൽസിന്റെ ആരോഗ്യം നമ്മുടെ ആയുർദൈർഘ്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല പ്രായമായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിൽ നല്ല ആരോഗ്യമായിരിക്കും. ഈ ഒരു മസിൽസ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് രക്തക്കൊഴലുകളുടെ ഇലാസ്തികത നോർമലാക്കി നിലനിർത്തും. ഡെയിലി എക്സസൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും. കാലിന്റെ ആരോഗ്യം നിലനിർത്തുകയാണെങ്കിൽ 40% ഹൃദ്രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ കാലിന്റെ മസിൽ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് കുത്തിപ്പിടിക്കാതെ സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ.